2024 ജൂലൈ 14 ഞായർ. ഇന്ന് 1199 മിഥുനം 30. വാർത്തകൾ വായിക്കുന്നത് ജി രവി. ഇന്നു രാത്രി ഫുട്ബോളിൻ്റേത്. യൂറോ കപ്പ് ഫുട്ബോൾ ഫൈനൽ ഇന്നു രാത്രി 12:30 സ്പെയിനും ഇംഗ്ലണ്ടും. കോപ്പ അമേരിക്ക ഫുട്ബോൾ ഫൈനൽ നാളെ പുലർച്ചെ 5:30 അർജൻറ്റീനയും കൊളംബിയയും. ഫുട്ബോൾ ആരാധകർക്ക് ഇന്ന് രാവിലെയും സൂര്യൻ അസ്തമിക്കുന്നില്ല. യൂറോ കപ്പ് ഫുട്ബോളിലെ പുതിയ ചാമ്പ്യന്മാർ ജർമ്മനിയിലും കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ US-ലും ഉദിച്ചുയരും. രാത്രി 12:30 മ്യൂണിക്കിലെ ഒളിമ്പിയ സ്റ്റേഡിയത്തിലാണ് സ്പെയിൻ ഇംഗ്ലണ്ട് യൂറോ ഫൈനൽ. നാളെ പുലർച്ചെ 5:30 മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിലാണ് അർജൻറ്റീന കൊളംബിയ കോപ്പ അമേരിക്ക ഫൈനൽ. സ്പെയിനിൻ്റെ ലമീൻ യമാലും ഇംഗ്ലണ്ടിൻ്റെ ജൂഡ് ബെല്ലിംഗാമും ഉൾപ്പെടെയുള്ള പുതിയ താരങ്ങളുടെ വരവിനാണ് ഇത്തവണ യൂറോ അരങ്ങായതെങ്കിൽ അർജൻറ്റീനയുടെ ലയണൽ മെസ്സിയും കൊളംബിയയുടെ ഹാമിഷ് റോഡ്രിഗസും ഉൾപ്പെടെയുള്ള സീനിയർ താരങ്ങളുടെ സാന്നിധ്യമാണ് കോപ്പയെ ശ്രദ്ധേയമാക്കിയത്. യൂറോയിൽ 4ാം കിരീടമാണ് സ്പെയിൻ ലക്ഷ്യമിടുന്നത്. ഇംഗ്ലണ്ട് മോഹിക്കുന്നത് ആദ്യ കിരീടം. കോപ്പയിൽ നിലവിലെ ജേതാക്കളാണ് അർജൻറ്റീന. ഡെങ്കി, എലിപ്പനി, മഞ്ഞപ്പിത്തം കുതിക്കുന്നു, മരണനിരക്കും. സംസ്ഥാനത്ത് എലിപ്പനി, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം ഉയർന്നു നിൽക്കുന്ന ഗുരുതര സാഹചര്യം ആശങ്ക സൃഷ്ടിക്കുന്നു. ജൂണിൽ 78 പേർ പനി മൂലം മരിച്ചപ്പോൾ ഈ മാസം ഇന്നലെ വരെ പനി 43 പേരുടെ ജീവനെടുത്തു. രോഗങ്ങൾ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവർത്തിക്കുമ്പോഴാണ് ഇത്. ഇക്കാലയളവിൽ ഡെങ്കിപ്പനി ബാധിച്ച് 24 പേർ മരിച്ചപ്പോൾ എലിപ്പനി ബാധിച്ച് മരിച്ചത് 49 പേരാണ്. ഈ വർഷം പകർച്ചപ്പനി ബാധിച്ച് മരിച്ചത് 342 പേർ. 12 ലക്ഷത്തോളം പേർക്ക് പകർച്ചപ്പനി ബാധിച്ചു. ഇന്നലത്തെ കണക്കനുസരിച്ച് സംസ്ഥാനത്തൊട്ടാകെ 12,204 പേർ പനി ബാധിതരാണ്. ഡെങ്കിപ്പനി ലക്ഷണങ്ങളുമായി 438 പേർ ചികിത്സ തേടി. ആയിരക്കണക്കിന് പേരാണ് ദിവസവും പകർച്ചപ്പനി ബാധിച്ച് ആശുപത്രികളിലെത്തുന്നത്. ഈ മഴക്കാലത്ത് മാത്രം 2.5 ലക്ഷത്തോളം പേർ പകർച്ചപ്പനികൾക്ക് ചികിത്സ തേടി. വർഷങ്ങൾക്ക് ശേഷം കോളറ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തതും ആശങ്ക ഉയർത്തുന്നു. ഉപതെരഞ്ഞെടുപ്പുകൾ 13 സീറ്റിൽ 10 നേടി ഇന്ത്യ സഖ്യം. 7 സംസ്ഥാനങ്ങളിലെ 13 സീറ്റുകളിലേക്ക് നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ 10 സീറ്റ് നേടി ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നേറ്റം. 11 സീറ്റിൽ മത്സരിച്ച BJP 2-ൽ ഒരു സീറ്റിൽ സ്വതന്ത്രൻ ജയിച്ചു. കോൺഗ്രസും തൃണമൂലും 4 വീതം സീറ്റ് നേടി. ആം ആദ്മി പാർട്ടി, DMK എന്നിവ ഓരോന്നും. കുടുംബശ്രീ ഹാപ്പിനെസ് സെൻ്ററുകൾ കോഴിക്കോട് ജില്ലയിൽ 13 ഇടങ്ങളിൽ. പദ്ധതി ഓഗസ്റ്റിൽ ആരംഭിക്കും. 40 കുടുംബങ്ങളുടെ ഗ്രൂപ്പുകൾ ഇടമെന്ന പേരിൽ രൂപീകരിച്ചാണ് പ്രവർത്തനം. കുടുംബങ്ങളിലെ സന്തോഷ സൂചിക ഉയർത്താൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ഹാപ്പിനെസ് സെൻ്ററുകളിൽ 13 വരുന്നത് കോഴിക്കോട് ജില്ലയിൽ. ഓഗസ്റ്റ് ആദ്യവാരം പദ്ധതിയുടെ ലോഞ്ചിങ് കോഴിക്കോട്ട് നടത്താൻ ലക്ഷ്യമിട്ടാണ് പ്രവർത്തനം. 40 കുടുംബങ്ങളുടെ ഗ്രൂപ്പുകൾ ഇടം എന്ന പേരിൽ രൂപീകരിച്ചാണ് പ്രവർത്തനം നടക്കുക. മാസത്തിലൊരിക്കൽ റിസോഴ്സ് പേഴ്സൺ പങ്കെടുക്കുന്ന യോഗമാണ് ഇതിൽ പ്രധാനം. ഇവരെ സഹായിക്കാൻ കുടുംബശ്രീയിലെ മറ്റുള്ളവരും ഒപ്പമുണ്ടാകും. തുല്യത, സാമ്പത്തിക സുസ്ഥിരത, പരിസ്ഥിതി, ശുചിത്വം, കലാ, സാഹിത്യം, സ്പോർട്സ്, മാനസികാരോഗ്യം, പോഷകാഹാരം, ജനാധിപത്യ മൂല്യങ്ങൾ തുടങ്ങി വിവിധ മേഖലകളെ അടിസ്ഥാനമാക്കിയാണ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ. ഓരോ തദ്ദേശ സ്ഥാപനത്തിലും പ്രസിഡന്റോ ചെയർമാനോ അധ്യക്ഷനും CDS ചെയർപേഴ്സൺ, കൺവീനറും മറ്റ് വിവിധ തലങ്ങളിലെ പ്രതിനിധികളും ഉൾപ്പെടുന്ന സമിതി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കും. ഇത് പ്രകാരം ഓരോ പഞ്ചായത്തിലും ഹാപ്പിനെസ് സമിതികൾ രൂപീകരിക്കുകയും വ്യക്തികളുടെ മാനസിക ശാരീരിക ആരോഗ്യ സംരക്ഷണം, പരിസര സൗഹൃദ കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കൽ, കലാ, കായിക, സാംസ്കാരിക രംഗത്തെ പങ്കാളിത്തം, കുടുംബങ്ങളിൽ മികച്ച ആശയവിനിമയം, ഫലപ്രദമായ സാമ്പത്തിക മാനേജ്മെൻറ്റ് എന്നിങ്ങനെ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായി കൂട്ടിയിണക്കാൻ കഴിയുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടപ്പാക്കും. 13 സെൻ്ററുകൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന രൂപരേഖ തയ്യാറായി വരികയാണ്. അടുത്ത ഘട്ടം പഞ്ചായത്ത് തലത്തിൽ റിസോഴ്സ് പേഴ്സൺ പരിശീലനമാണ്. മാനസികാരോഗ്യ നിലവാരം ഉയർത്താൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ ജൂണിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച വിദഗ്ധരുടെ ശില്പശാലയിൽ നിന്നാണ് ഈ ആശയം ഉരുത്തിരിഞ്ഞതെന്ന് കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ നിഷിത സൈബൂനി പറഞ്ഞു. പദ്ധതി നടപ്പിൽ തദ്ദേശ വകുപ്പ് മുഖ്യ പങ്കാളിയാകും. കൂടാതെ ആരോഗ്യം, സാമൂഹിക നീതി, വനിതാ ശിശു വികസനം, കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, വനം തുടങ്ങി വിവിധ വകുപ്പുകളുമായും കൈകോർക്കും. ഇപ്രകാരം സംയോജന പ്രവർത്തനങ്ങളുടെ മുഖ്യ വേദിയായും ഹാപ്പിനെസ് സെൻ്ററുകൾ മാറും.
ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പ് ആര് ജയിച്ചാലും ലഫ്റ്റനന്റ് ഗവർണർ ഭരിക്കും. മുഖ്യമന്ത്രി റബ്ബർ സ്റ്റാമ്പായി മാറുമെന്ന് പ്രതിപക്ഷം. ലഫ്റ്റനന്റ് ഗവർണറുടെ അധികാരങ്ങൾ 10 മടങ്ങ് വർദ്ധിപ്പിച്ചത് ജമ്മു കാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ നീക്കം. എന്നാൽ തിരഞ്ഞെടുപ്പ് ഉടൻ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന പ്രതിപക്ഷ കക്ഷികൾക്ക് ഈ നീക്കം തിരിച്ചടിയാണ്. സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് സെപ്റ്റംബർ 30-നകം തിരഞ്ഞെടുപ്പ് നടത്തണം. ജമ്മു കാശ്മീരിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സുഗമമായി നടന്ന പശ്ചാത്തലത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടുപോകുന്നതിൽ നീതീകരണമില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്താവുന്നതാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനും പൂർണ്ണ സംസ്ഥാന പദവി തിരിച്ചു നൽകുമെന്നും തിരഞ്ഞെടുപ്പ് ഉടൻ നടത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് ആദ്യം നടക്കട്ടെ, അതിനുശേഷമാകാം സംസ്ഥാന പദവി എന്നാണ് ആഭ്യന്തര വകുപ്പിൻ്റെ നിലപാട് എന്നറിയുന്നു. അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥർ, അഡ്വക്കേറ്റ് ജനറൽ, മറ്റ് നിയമവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ എന്നിവരുടെ നിയമനം, സ്ഥലമാറ്റം, അഴിമതി ആരോപണങ്ങളിൽ ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി തുടങ്ങിയവയെല്ലാം ഫലത്തിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ അധികാര പരിധിയിലാകും. ഇതോടെ തിരഞ്ഞെടുപ്പിൽ ഏത് കക്ഷി അധികാരത്തിൽ വന്നാലും ഭരണകൂടം ചിറകറ്റ പക്ഷിയെപ്പോലെ ആയിരിക്കുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. ഗാസയിൽ 88 മരണം. ഹമാസ് സൈനിക തലവനെ ലക്ഷ്യമിട്ട് ആക്രമണമെന്ന ഇസ്രായേൽ, നരഹത്യയെന്ന ഹമാസ്. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 71 പേർ കൊല്ലപ്പെട്ടു, 289 പേർക്ക് പരിക്കേറ്റു. ഇപ്പോഴത്തെ യുദ്ധത്തിനിടയാക്കിയ ഒക്ടോബർ 7-ലെ ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരന്മാരായ ഹമാസ് മിലിറ്ററി തലവൻ മുഹമ്മദ് ദിയീഫിനെയും ഖാൻ യൂനിസ് ബ്രിഗേഡ് തലവൻ റഫ സലാമയെയും ലക്ഷ്യമിട്ടാണ് ആക്രമിച്ചതെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ മരിച്ചവരെല്ലാം സാധാരണക്കാരാണെന്ന് ഗാസ സിവിൽ ഡിഫൻസ് അധികൃതർ പറയുന്നു. വടക്കൻ റഫ മുതൽ ഖാൻ യൂനിസ് വരെ പലസ്തീൻ അഭയാർത്ഥികൾ താമസിക്കുന്ന സുരക്ഷിത മേഖലയിലെ അൽ മവാസിയിലാണ് ആക്രമണമുണ്ടായതെന്നും നരഹത്യയാണിതെന്നും ഹമാസ് അറിയിച്ചു. ആക്രമണത്തിൽ അഭയാർത്ഥികൾ താമസിച്ചിരുന്ന കൂടാരങ്ങൾ തകർന്നു. ചിന്നിച്ചിതറിയ മൃതദേഹങ്ങൾക്കിടയിലൂടെ പ്രാണരക്ഷാർത്ഥം ഓടുന്നവരുടെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതേസമയം ഖാൻ യൂനിസിൽ ഹമാസ് സൈനിക തലവനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിൻ്റെ ഫലം പരിശോധിച്ചു വരികയാണെന്നും വിശദവിവരങ്ങൾ വൈകാതെ പുറത്തുവിടുമെന്നും ഇസ്രായേൽ സേന പ്രതികരിച്ചു. സാധാരണക്കാർക്കിടയിൽ ഒളിച്ചിരുന്ന ദിയാഫിനെയും സുരക്ഷയൊരുക്കിയവരെയുമാണ് ലക്ഷ്യമിട്ടതെന്നും കെട്ടിടങ്ങൾക്കും മരങ്ങൾക്കും ഇടയിലുള്ള പ്രദേശത്താണ് ആക്രമണം നടത്തിയതെന്നും അവിടം അഭയാർത്ഥി കേന്ദ്രമല്ലെന്നും വിശദീകരിച്ചു. ഒട്ടേറെ ചാവേർ ആക്രമണങ്ങൾ നടത്തിയതിന് ഇസ്രായേൽ സേന തേടുന്ന ഹമാസ് നേതാക്കളിൽ പ്രധാനിയും 7 വധശ്രമത്തെ അതിജീവിച്ചയാളുമാണ് ദയീഫ്. പടിഞ്ഞാറൻ ഗാസയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൻ്റെ പ്രാർത്ഥനാ ഹാളിന് നേരെ നടന്ന മറ്റൊരു ആക്രമണത്തിൽ 17 പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ. കേരള തീരത്ത് പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുന്നു. വരുന്ന 5 ദിവസം അതിശക്തമായ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിക്ക് പിന്നാലെ പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുന്നതാണ് കേരളത്തിലെ മഴ വർദ്ധിപ്പിക്കുന്നത്. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശുഭദിനം. നന്ദി.